السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. Dear friends, തജ്വീദ് നിയമത്തിലെ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു പഠനത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ശരിക്കും തജ്വീദിൻ്റെ തന്നെ ഒരു മനോഹാരിത നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് മദ്. തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് റൂൾസ് വരുന്ന ഒരു ഭാഗമാണ് അൽ മദ് എന്ന് പറയുന്നത്. മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ് അർത്ഥം. നീട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തജ്വീദിൻ്റെ ഒരു മനോഹാരിത, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഇതിലൂടെ നടക്കുന്നുണ്ട്. അതെങ്ങനെ വരിക? ഉദാഹരണം, ജാ എന്ന് അറബിയിൽ എഴുതാം, ജാ എന്ന് എഴുതാം. പക്ഷെ തജ്വീദ് നിയമത്തിൽ വരുമ്പോൾ وجاء من أقصى المدينة رجل يسعى ഇങ്ങനെ കുറച്ചും കൂടെ അധികം നീട്ടുന്നുണ്ട്. ഫസ്റ്റ് കോല പറഞ്ഞു അല്ലേ, പിന്നെ കുറേ നീട്ടുന്നതുണ്ട്. ഇപ്പം നമ്മൾ ആ നീട്ടില്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം അതിന് കിട്ടുമോ? ഇതാണ് മദ് എന്ന് പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ചില റൂൾസൊക്കെ പറയുമ്പോൾ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മദ്ദിൻ്റെ റൂളുകൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മദ് എന്താണെന്ന് മനസ്സിലാക്കാം. മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണല്ലോ. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായി, നീട്ടുക അല്ലേ, നീട്ടി ഓതുക, നീട്ടി പാരായണം ചെയ്യുക. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 3 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിന് മദ്ദക്ഷരങ്ങൾ എന്ന് പറയും. ഹുറൂഫുൽ മദ് ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. അലിഫ്, വാവ്, യാ. ശരി, വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് എപ്പോഴാണ് വരിക? ഉദാഹരണം, ഫതഹിന് ശേഷം അറബിയിൽ എത്ര ഹർക്കത്തുണ്ട്? ഫതഹ്, കസ്ർ, ലം. ഫതഹിന് ശേഷം വരുന്ന അലിഫ്, അതിന് ഉദാഹരണമാണ് ഖാല അല്ലേ. ഖാഫിന് ഫതഹ് ഉണ്ട്, അതിന് ശേഷം എന്താ വരുന്നത്? അലിഫ് അല്ലേ. ഫതഹ് വരുന്ന അക്ഷരത്തെ നീട്ടാൻ എപ്പോഴും എന്താ വരിക? അലിഫല്ലേ വരുള്ളൂ, വാവ് വരില്ലല്ലോ. അപ്പോൾ വാവ് എന്തിനാ വരിക? ലമ്മുള്ള അക്ഷരത്തെ നീട്ടാൻ അല്ലേ. ജൂ, അത്ര അധികം നീട്ടണ്ട, ജൂ അല്ലേ, ജൂ എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? ജൂ. അവിടെ റൂൾസ് ശ്രദ്ധിക്കണം. നേരെ തോന്നിയ പോലെ ജൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കറക്റ്റ് നിയമം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലമ്മുള്ള അക്ഷരത്തിന് ശേഷം വരുന്ന വാവ്, ജൂ, ഒരു ഉദാഹരണം. പിന്നെ വരുന്നതാണ് കസ്റുള്ള അക്ഷരത്തിന് ശേഷം വരുന്ന യാ, റീഹ്, ബിരീഹിൻ അല്ലേ. അല്ലെങ്കിൽ ഖാല, യഖൂലു, ഖീല. അതിൽ 3 വരുന്നുണ്ടല്ലോ. ഫസ്റ്റിൽ ഫതഹ്, സെക്കൻഡ് ഏതാ പറയുന്നത്? ലമ്മ്, തേർഡ് കസ്ർ. അപ്പോൾ ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതിന് സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി മൈൻഡിൽ. എത്ര ഹർക്കത്തുണ്ട്? 3. ഫതഹ്, കസ്ർ, ലമ്മ്. അതൊക്കെ 3 നീട്ടാൻ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയായിരിക്കും? ഫതഹ് വന്നാൽ എന്തായാലും അലിഫ വരിക, ലമ്മ് വന്നാലോ എന്തായാലും വാവ് വരിക, കസ്ർ വന്നാലോ എന്തായാലും യാ വരിക. ദെൻ ഇറ്റ് ഈസ് വെരി സിമ്പിൾ അല്ലേ, വെരി സിമ്പിൾ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ മദ്ദിനെ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. കുറേ റൂൾസ് ഇങ്ങനെ കേൾക്കാമല്ലോ. അപ്പോൾ നമുക്കൊന്ന് കാറ്റഗറൈസ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിളാവും. അങ്ങനെ ഉണ്ടല്ലോ, കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുമ്പോൾ 2 വിധമാണ് പ്രധാനമായിട്ട് നിയമപരമായി പറയുമ്പോൾ. ഒന്ന് മദ്ദുൽ അസ്ലി, അത് ബേസ് ആയിട്ടുള്ള മദ്ദാണ്. അതിന് മദ്ദു ത്വബീഇ എന്നും പറയാറുണ്ട്. മദ്ദുൽ അസ്ലി, മദ്ദു ത്വബീഇ എന്നും പറയാറുണ്ട്. രണ്ടാമത്തത് മദ്ദുൽ ഫറഈ. ഈ 2 പാട്ടാണ്, 2 വിധമാണ് മദ്ദുള്ളത്. മദ്ദുൽ അസ്ലി, അതിന് പറയുന്ന മറ്റൊരു പേരാണ് മദ്ദു ത്വബീഇ. രണ്ടാമത്തേതാണ് മദ്ദുൽ ഫറഈ. മദ്ദുൽ അസ്ലി, മദ്ദുൽ ഫറഈ, ഈ 2 വിധമാണ് മദ്ദുള്ളത്. അസ്ലി എന്ന് പറയുമ്പോൾ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞത് മദ്ദു ത്വബീഇ എന്ന പേരാണ് പറഞ്ഞത്. ഓക്കെ, ഇത് കുറച്ചിങ്ങനെ പറയുമ്പോൾ നമുക്ക് എളുപ്പമാവും കേട്ടോ. അതിൽ വരുന്ന നിയമങ്ങൾ ജസ്റ്റ് പേര് കേട്ടാൽ മതി കേട്ടോ, കോംപ്ലിക്കേഷൻ ആവട്ടെ. നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ഇൻഷാ അല്ലാഹ്.
അള്ളാഹുവിന് നമ്മൾക്ക് അല്ലേ അങ്ങനെ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണല്ലോ. അള്ളാഹുവിന് നമുക്കത് എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാ, ആമീൻ. അപ്പം നമ്മൾ നോക്കാം, മദ്ദു ത്വബീഇ അല്ലെങ്കിൽ മദ്ദുൽ അസ്ലിയിൽ വരുന്ന നിയമങ്ങൾ, മദ്ദുൽ ബദൽ വരും, പിന്നെന്താ വരാ, മദ്ദുൽ ഇവള് വരും, മദ്ദുസ്വലത്തു സുഗ്റ, ഇതൊക്കെ വരുന്നുണ്ട്. മദ്ദുസ്വലത്തു സുഗ്റ ഇതൊക്കെ വരുന്നുണ്ട് പ്രധാനമായിട്ട്. ഓക്കെ. ഇനി രണ്ടാമത്തേത് മദ്ദുൽ ഫറഈ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരിക? യമുദ്ദു അക്സർ മിൻ ഹർക്കതൈൻ, അതായത് മദ്ദുൽ അസ്ലിയിൽ വരുന്നത് സാധാരണ വരുന്ന ഖാല, ബേസിക് അല്ലേ, ഖാല, ജാഅ, ഇങ്ങനെയുള്ളതാണ് മദ്ദുൽ അസ്ലിയിൽ വരുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ളത്. മദ്ദുൽ ഫറഈൽ വരുന്നത് രണ്ട് ഹർക്കത്ത്, 2 സെക്കൻഡ്, 2 അനക്കത്തേക്കാൾ നീട്ടുക. അപ്പോൾ നീട്ടുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ക്ലിയർ ആവും എത്ര നീട്ടണം, എങ്ങനെ നീട്ടണം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക. ഉദാഹരണം, 2-ലധികം നീട്ടുക എന്ന് പറയുമ്പോൾ അല്ലേ, ഹംസ വന്നാൽ മദ്ദുൽ മുത്തസിൽ വരും. ഏതൊക്കെയാണ് മദ്ദുൽ മുത്തസിൽ എന്ന് പറഞ്ഞാൽ? മദ്ദുൽ മുൻഫസിൽ വരും. ഉദാഹരണം, ജാ, ജാ, ജാ എന്നുള്ളത് എങ്ങനെ വായിക്കുക? ജാ, അങ്ങനെ 4 അനക്കം. ഓക്കെ, 4 അനക്കം. വസ്സമാ. ഇനി മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ നമ്മൾ ഇത് സുക്കൂന് ഹംസ എന്താ നമുക്ക് പറഞ്ഞുതരാം. അങ്ങനെ വന്നാൽ മദ്ദുൽ ലാസിമാണ് അല്ലേ, അല്ലെങ്കിൽ മദ്ദുൽ ആരിദുൽ സുക്കൂൻ, മദ്ദുൽ ലീൻ, ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പറഞ്ഞ എന്താണ് നിയമങ്ങൾ. നമുക്ക് നോക്കാം. ഉദാഹരണം, വലദ്ദാല്ലീൻ അല്ലെ, കുറേ നീട്ടുന്നില്ലേ. അപ്പോൾ നമ്മൾ ഓരോ റൂൾസും പഠിക്കും കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇതുവരെ നമ്മൾ പഠിച്ചെന്താ? മദ്ദക്ഷരം 3 എണ്ണം, അലിഫ്, വാവ്, യാ. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്ദക്ഷരത്തിൽ 2 കാറ്റഗറി. ഏതൊക്കെയാണ്? മദ് നീട്ടുന്നതിൽ 2 കാറ്റഗറി. അസ്ലി, ഒന്ന് ബേസിക് ആയിട്ടുള്ള നീട്ടൽ. രണ്ടാമത്തേത് ഫറഈ. ഫറഈയുടെ പ്രത്യേകത വെച്ചാൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വരും. ആ റൂളാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. ഇൻഷാല്ലാ അത് ഡീറ്റെയിൽഡായി നമ്മൾ പഠിക്കും. ഇനി ഇതിന് വേറെ അർത്ഥത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ നിലക്ക് പറയുന്ന കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. നമ്മൾ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ ഇൻഷാല്ലാ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. നോക്കാം നമുക്ക് നീട്ടുന്നതിലുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നീട്ടുക അല്ലേ, നമ്മൾ നീട്ടി ഓതുക, അതാണ് ഇതിൻ്റെ സൗന്ദര്യം അല്ലേ. ജാ, ജാ, വസ്സമാ, വജീ അല്ലേ, ഇങ്ങനെ നീട്ടുമ്പോഴാണ് സൗന്ദര്യം. അത് ശരിക്കും എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ 2 ഹർക്കത്ത് നിന്ന് ഉപയോഗിക്കുക. ഹർക്കത്ത് നമ്മൾ സെക്കൻഡ്സ്, അനക്കെന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഹർക്കത്ത് നിന്ന് ഉപയോഗിക്കുക. അപ്പോൾ 2 അല്ലെങ്കിൽ 4, 6, ഇടയ്ക്ക് 5 വരും. 2 മുതൽ 6 വരെയാണ് നീട്ടുന്ന ഇത് വരാനുള്ളത്. 2 മുതൽ 6 വരെ ഒരു സെക്കൻഡ്സ് എന്നോ ഹർക്കത്ത് എന്നാൽ ശരിക്കും പറയാം, നമുക്ക് മനസ്സിലാവാൻ സെക്കൻഡ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അതിൽ ഒരു പ്രസിദ്ധനായ പണ്ഡിതനുണ്ട്, ഇബ്നുൽ ജസീരി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ 3 നിയമങ്ങൾ വരും. ഓക്കെ, ഈ നീട്ടുന്നതിന് 3 നിയമങ്ങൾ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 2 കാറ്റഗറി അല്ലേ, മദ്ദുൽ അസ്ലി അല്ലെങ്കിൽ മദ്ദുൽ ഫറഈ. നെക്സ്റ്റ് വരുന്നത് നീട്ടുന്നതിനനുസരിച്ച് 3 കാറ്റഗറിയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് അല്ലാസിം, അത് നിർബന്ധമായിട്ടല്ലേ മദ്ദുൽ ലാസിം. നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞു, അത് ഡീറ്റെയിൽഡായി പഠിക്കും. എന്താ പറഞ്ഞത്? ഈ മദ്ദ് ത്വബീഇ ഉണ്ടല്ലോ, ത്വബീഇ മനസ്സിലായില്ലേ, ബേസിക്, ഖാല, ഖീല, അതിനേക്കാൾ കൂടുതൽ നീട്ടുന്നതാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇതാണ് ലാസിം അല്ലേ, ബേസിക്കിനേക്കാൾ നീട്ടേണ്ടതാണ്. എത്ര വരും നമ്മൾ പഠിക്കും. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് ഇബ്നുൽ ജസീരി റഹിമഹുല്ലായുടെ അഭിപ്രായത്തിൽ. രണ്ടാമത്തേത് അൽ വാജിബ്. ഫസ്റ്റ് ലാസിം പറഞ്ഞു. 2 നിർബന്ധമൊക്കെ നമ്മൾ മലയാളത്തിലൊക്കെ അർത്ഥം പറയും കേട്ടോ. എന്തായാലും ചെയ്യേണ്ടതും ഈ മദ് നേരത്തെ പറഞ്ഞല്ലോ, ബേസി ത്വബീഇ എന്ന മദ്ദിനേക്കാൾ നീട്ടേണ്ടതാണെന്ന് എല്ലാവർക്കും അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മദ്ദുൽ ലാസിമും മദ്ദുൽ വാജിബ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ മദ്ദു ത്വബീഇനേക്കാൾ നീട്ടേണ്ടതാണ് അല്ലേ, മദ്ദു ത്വബീഇനേക്കാൾ നീട്ടേണ്ടത്. ഇതാണ് ഇതിൽ വരുന്നത്, മദ്ദുൽ ഫറഈൽ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അൽ ജായിസ് അല്ലേ. അൽ ജായിസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഓപ്ഷനിലായിട്ട് നമുക്ക് എടുക്കാം. ചില സ്ഥലത്ത് നീട്ടാം, നീട്ടാതിരിക്കാം, അങ്ങനെയൊക്കെ വരും കേട്ടോ. അങ്ങനെ വരും, അതായത് ഓപ്ഷനിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
അവിടെ അവസാനത്തെ സുക്കൂന് വരുന്നുണ്ട്, ഒരു നിയമം വരുന്നുണ്ട് അല്ലേ? അങ്ങനെ നിയമം വരുമ്പോൾ എന്താ ചെയ്യുക? ഒന്ന് നിങ്ങൾക്ക് 2 അനക്ക് നീട്ടാം, 4 അനക്ക് നീട്ടാം, 6 അനക്ക് നീട്ടാം, ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മൾ ഇതൊരു വെരി സിമ്പിളാണ്. ലാസിം, വാജിബ്, ജായിസ് ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നീട്ടുന്നതിനെ ഇബ്നു ജസീർ റഹ്മഹുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു ഇൽമ നിലക്കാണ് നമ്മളിത് പറഞ്ഞത്. മദ്ദിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് മദ്ദിൻ്റെ അക്ഷരങ്ങൾ അല്ലേ? ഫത്ഹിന് ശേഷം വരുന്ന അലിഫ്, കസറിന് ശേഷം വരുന്ന യാ, ലമ്മിന് ശേഷം വരുന്ന വാവ്. 2 ടൈപ്പ് ഏതൊക്കെയാണ്? മദ്ദുൽ അസ്ലി, മദ്ദുൽ ഫറഈ അല്ലേ? മദ്ദുൽ അസ്ലി, മദ്ദുൽ ഫറഈ. ഫറഈൻ്റെ പ്രത്യേകത അതിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനോ ഹംസയോ വരും അല്ലേ? സുക്കൂനോ ഹംസയോ വരും. അങ്ങനെയാണ് നമ്മൾ കുറേ നീട്ടുന്നത്. ബേസിക്കിൽ അധികം എന്ത് ചെയ്യുന്നു? അത് നീട്ടുന്നതാണ്. ഈ നീട്ടുന്ന കാറ്റഗറി നമ്മൾ മനസ്സിലാക്കി. ലാസിം, വാജിബ്, ജായിസ് അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഓരോ നിയമങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ 3 കാറ്റഗറി നീട്ടുന്ന മനസ്സിലാക്കിയാലോ? അതിൽ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ബാക്കിയെല്ലാം ബേസിക്കായിട്ട് 2 അനക്കം മാത്രം നീട്ടാം അല്ലേ? മദ്ദു ത്വബീഇ. അതിന് ഖസ്ർ എന്ന് പറയും അല്ലേ? ഖസ്റിൻ്റെ ചുരുക്കമാണല്ലോ. മദ്ദു ത്വബീഇ, മദ്ദുൽ ബദൽ, മദ്ദുൽ ഇവദ്, മദ്ദു സിലത്ത് സൂറ, ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കുറേ കാറ്റഗറി നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എവിടെയാണ് നീട്ടണത്? ഓക്കെ, ഇന്ന സ്ഥലത്ത് വരുമ്പോൾ നീട്ടണം അല്ല, നമുക്ക് ആ കൺഫ്യൂഷനാണ്. ചില ചിഹ്നങ്ങളൊക്കെ ആണ് ഇവിടെ നീട്ടണം, ഇവിടെ നീട്ടണം. അത് നമുക്ക് ഈ നിയമങ്ങൾ പഠിപ്പിച്ചു തരും. പിന്നെ നീട്ടൊക്കെ തന്നെ എത്ര നീട്ടണം? 2 ആണോ 4 ആണോ? ചിലർ ഒരു 5 നീട്ടുന്നുണ്ട്, 6 നീട്ടുന്നുണ്ട്. ഇത്തരം നിയമങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇൻഷാ അല്ലാ ഈ മദ്ദിൻ്റെ നിയമം പഠിക്കും മനസ്സിലാവും. അതിൽ നമ്മൾ പറഞ്ഞു ഹറക്കത്ത് അല്ലേ? നീട്ടുന്നത് എന്താ പറയുക? ഹറക്കത്ത്. നമ്മൾ സെക്കൻഡ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ശരിക്കും അതിൻ്റെ പ്രയോഗം അൽ ഹറക്ക എന്ന് പറഞ്ഞാൽ ഹുവൽ ഫത്രത്തുൽ ലാസിമ ഹുവൽ ഫത്രത്തു സമനിയത്തുൽ ലാസിമ ലിന്നുത്ഖി ബിഹർഫിൻ മുതഹർരികിൻ മഫ്തൂഹ് മദ്മൂം ഔ മക്സൂർ അല്ലേ? എന്ന് പറഞ്ഞാൽ അതായത് ഹർക്കത്തുള്ള ഒരു അക്ഷരം ഉച്ചരിക്കുന്നതിന് അത് ഫതഹാകാം, അല്ലെങ്കിൽ ലൊമ്മാകാം, കിസ്റാകാം. ഇതിന് പറയുന്ന നിർബന്ധമായും ഉച്ചരിക്കേണ്ടതിന് പറയുന്നതാണ് എന്ത്? ഹർക്കത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ത ടി ടു അല്ലേ? ത ടി ടു ഒരു ഹർക്കത്താണ്. 2 താ വരുമ്പോൾ ത ടി ടു അല്ല, 2 ഹർക്കത്താണ്. ഇനി വേറെ നിയമങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ കൂടുതൽ നമ്മൾ അത് നീട്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് റൂളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാറ്റഗറീസ് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. കൺഫ്യൂസ് ആകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ തജ്വീദ് നിയമത്തിലെ വളരെ മനോഹരമായ ഇത്തരം നിയമങ്ങൾ പഠിപ്പിക്കാൻ, സ്പെസിഫിക്കലി മദ് അതിൻ്റെ റൂൾസ് എന്താണ് നമ്മൾ പറഞ്ഞു. 2 പ്രത്യേകതകൾ അവിടെ ഉള്ളത്. ഒന്ന്, എവിടെയാണ് നീട്ടേണ്ടത്, എത്ര നീട്ടണം, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സുന്ദരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.